യെസ്, അപ്പോൾ മാസ്റ്റേഴ്സ് ഇതാണ് നമ്മുടെ മെമ്മറി ട്രെയിനർ. ഈ മെമ്മറി ട്രെയിനർ എന്ന് പറയുന്ന ഒരു ടേം തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. സോ ആർക്ക് വേണമെങ്കിലും നമ്മുടെ മെമ്മറി ട്രെയിൻ ചെയ്ത് പക്ക അടിപൊളിയാക്കി വെക്കാം എന്നാണോ? തീർച്ചയായിട്ടും ആണ്. തീർച്ചയായിട്ടും. അത് സബ്ജക്റ്റ് വേരി ചെയ്യോ? അതായത് ഡിജിറ്റ്സ് ആണോ, നമ്പേഴ്സ് ആണോ, അല്ലെങ്കിൽ നെയിംസ് ആണോ? എന്ത് ഡേറ്റ ആയാലും അതിന് എഫക്റ്റീവായിട്ട് മെമ്മറൈസ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. ശരി, അപ്പൊ ഇന്ന് ശരിക്കും നമ്മുടെ താരവിളയാട്ടത്തിൽ എന്താണ് പെർഫോം ചെയ്യുന്നത്? ഞാനിപ്പോൾ നമ്പേഴ്സും കളേഴ്സും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്പേഴ്സും കളേഴ്സും കൂടെ. ഓക്കെ, അതിന് എങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നത്? കുറച്ച് ആൾക്കാരെ നിർത്തിയിട്ട് അവർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സിന്റെ ക്യാപ്പ് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം അവർക്ക് നെയിം ടാഗ് ഇടുന്നു. നെയിം ടാഗിൽ നമ്പേഴ്സ്, അതായത് ഓരോരുത്തരുടെ കയ്യിലും 5 വീതം നമ്പേഴ്സ് നിങ്ങൾക്ക് ഒട്ടിക്കാം. ഒരാൾക്ക് 5 നമ്പേഴ്സ് നമ്മൾ 2 ഡിജിറ്റ് നമ്പേഴ്സ്. ഓക്കെ, അതിന് ഞാൻ ആ സീക്വൻസിൽ എങ്ങനെ വേണമെങ്കിലും ചോദിച്ചാലും എനിക്കത് റീകോൾ ചെയ്യാൻ പറ്റും. ഒരാളെ വെച്ചാണോ നമ്മൾ ചെയ്യുന്നത്? അല്ല, എത്ര പേര് വേണമെങ്കിലും വെക്കാം. ഓക്കെ, എത്ര ആൾക്കാരെ വേണമെങ്കിലും വെക്കാം. എന്നിട്ട് പക്ഷെ ഒരാൾക്ക് 5 നമ്പേഴ്സും കൊടുക്കണം, ഒരു കളർഡ് ക്യാപ്പും കൊടുക്കണം. അതെ, അങ്ങനെയാണ് നമ്മൾ തുടങ്ങുന്നത്. അതെ. എന്നിട്ട് പിന്നെ നമ്മൾ അത് എന്ത് ചെയ്യും? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ഇൻ ദ കറക്റ്റ് ഓർഡർ. എക്സാക്ട് ഓർഡറിൽ പറയാൻ പറ്റും. അതൊക്കെ ഫോൺ ഉണ്ടോ കയ്യില്? ഫോൺ എടുത്തോണ്ട് വന്നു. കാരണം എന്താ അറിയാം, അതെ, ഇല്ലെങ്കിൽ നമ്മൾ മറക്കും. എന്നിട്ട് നമുക്ക് അത് മിസ്പ്ലേസ് ചെയ്ത് നോക്കാം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം ആ ഒരു ആക്ടിവിറ്റിയിലേക്ക് പോകാം. അതിനുശേഷം മാമിന്റെ ബാക്കി ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. ഓക്കെ, ശരി, ആൾക്കാർ സെറ്റാണ്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇനി എനിക്ക് ഡിഫറെന്റ് കളേഴ്സിലെ ക്യാപ്പ് ആണ് വേണ്ടത്. ഡിഫറെന്റ് കളേഴ്സിലുള്ള ക്യാപ്പ് വേണം, അതോടൊപ്പം നമ്പേഴ്സ് വേണം. ഇവിടെ ഇവർക്ക് നമ്പേഴ്സ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയുള്ള നെയിം ടാഗും വേണം. അപ്പൊ അത് ആ പ്രോപ്പർട്ടീസ് ഒക്കെ എല്ലാം ഇങ്ങോട്ടേക്ക് വരട്ടെ. എന്നിട്ട് വേണം നാദിക്കയും വിഷ്ണു ചേട്ടനും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, യെസ്, പ്രോപ്പർട്ടീസ് പ്ലീസ്. അപ്പൊ നമ്മുടെ ഈ ആക്ടിവിറ്റിക്ക് വേണ്ട പ്രോപ്പർട്ടീസ് ഒക്കെ വന്നിട്ടുണ്ട്. കളർഫുൾ ക്യാപ്പുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നെയിം ടാഗിന്റെ ഡബിൾ ടേപ്പിലായിരിക്കണം നമ്മൾ നമ്പേഴ്സ് എത്തിക്കേണ്ടത്. നമ്പേഴ്സ് എത്തിയിട്ടുണ്ട്. നമ്മളപ്പോ ചെയ്തു തുടങ്ങിയാൽ പോരെ? ഇനി ഓക്കെ, ആയിക്കോട്ടെ. ആദ്യം എന്താണ് കളർഫുൾ ക്യാപ്സ് ഫിക്സ് ചെയ്യാം. നാദിക, വിഷ്ണു ചേട്ടാ ഹെൽപ്പ് ചെയ്യാവോ? ക്യാപ്പ് വെക്കുമ്പോൾ പറയണമെന്നില്ല. ഫസ്റ്റ് നമ്പേഴ്സ് വെക്കുമ്പോൾ ഓക്കെ, ഇന്ന ക്യാപ്പിന് ഇന്ന നമ്പർ വെക്കുകയാണ്. ഒരു നമ്പർ ഫുൾ ആയിട്ട് വെക്കുക. ശരി, ഇനി നമ്പേഴ്സ് വെക്കുമ്പോൾ ഓക്കെ, ഫസ്റ്റ് വെക്കുന്ന ആള് വൈറ്റ് കളർ ക്യാപ്പ് ആണ്. ഫസ്റ്റ് നമ്പർ വൈറ്റ് എന്ന് പറഞ്ഞതിന് ശേഷം ഓക്കെ, ഞാൻ നെക്സ്റ്റ് പറയുമ്പോൾ ഫസ്റ്റ് നമ്പർ പറയുക. ശരി, ഓക്കെ, നമ്പേഴ്സ് പറയുവാണേ. ഫസ്റ്റ് കളർ ഏതാ ഫസ്റ്റ് വെച്ചിരിക്കുന്നത്? ബ്ലൂ. ഓക്കെ, ബ്ലൂ. നമ്പർ 95. ഓക്കെ, 95. ഓക്കെ, നെക്സ്റ്റ് 34. ഓക്കെ, 34. 35. ഓക്കെ, 35. നെക്സ്റ്റ് 27. ഓക്കെ, 27. നെക്സ്റ്റ് 75. ഓക്കെ, 75. നെക്സ്റ്റ് കളർ white hat. വൈറ്റ്. 36. 57. 52. 74. 72. ഓക്കെ, നെക്സ്റ്റ് കളർ black cap. ഓക്കെ, ബ്ലാക്ക്. ഫസ്റ്റ് നമ്പർ 94. 15. 78. 87. 86. നെക്സ്റ്റ് കളർ red hat. Yellow. Violet. Orange. Brown. ഓക്കെ, ഫസ്റ്റ് നമ്പർ 11. ഓക്കെ, 83. ഓക്കെ, നെക്സ്റ്റ് 51. ഓക്കെ, നെക്സ്റ്റ് 14. ഓക്കെ, നെക്സ്റ്റ് 69. ഓക്കെ, That's it. ഓക്കെ. ഞാനൊന്ന് ഇതിനൊന്ന് കൺഫേം ചെയ്തോട്ടെ. ജസ്റ്റ് ഒന്ന് നോക്കി കൺഫേം ചെയ്യുവാണ്. ഓക്കെ, ഓക്കെ. ഇനി താങ്കൾക്ക് എന്നോട് ചോദിക്കാം, ഇന്ന കളറിൽ ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിക്കാം. ഞാൻ പറയാൻ ട്രൈ ചെയ്യാം. ഓക്കെ, നമുക്കത് മാസ്റ്റേഴ്സിനോട് തന്നെ ചോദിക്കാം. ബിക്കോസ് അവർക്ക് കറക്റ്റ് ഒരു വിഷൻ ഇവിടെ ഉണ്ടല്ലോ. ഓക്കെ, ആയിക്കോട്ടെ. യെല്ലോ. ഓക്കെ, യെല്ലോയിൽ ഫസ്റ്റ് നമ്പർ 98, സെക്കൻഡ് നമ്പർ 13, തേർഡ് നമ്പർ 09, ഫോർത്ത് നമ്പർ 33, ലാസ്റ്റ് നമ്പർ 40. സൂപ്പർ. ഓറഞ്ച്. ഫസ്റ്റ് നമ്പർ 22, second number 64, third number 66, fourth number 93, and last number is 18. Super. Violet. First number 10, second number 79, third number 89, fourth number 37, and last number is 25. ഇതെങ്ങനെ സാധിക്കുന്നു? ഇതൊരു ടെക്നിക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അതല്ലാണ്ട് ബേസിക് മെത്തേഡ് ഇതിനെല്ലാം വിഷ്വൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. നമ്മൾ സാധാരണ നമ്മളിപ്പോൾ ഒരു ഫിലിം കാണുമ്പോൾ നമ്മൾ ഒരിക്കലും മറക്കില്ല. ഒറ്റ തവണ കണ്ടാൽ മതി അല്ലേ? അതിന്റെ സീൻ പിന്നീട് കാണുമ്പോൾ നമുക്കത് ഓർമ്മ, ഇന്ന ഫിലിമാന്ന് ഓർമ്മ വരും. അതുപോലെ നമുക്ക് മെമ്മറൈസിന്റെ ഡേറ്റാസിനെ ബേസിക് ആയിട്ട് നമ്മുടെ ബ്രെയിൻ ലാംഗ്വേജ് ആയിട്ടുള്ള വിഷ്വൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക, മെമ്മറൈസ് ചെയ്യുക. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. അപ്പൊ നല്ലൊരു ഗൈഡ് കൊടുക്കാം അല്ലേ? താങ്ക് യു. നിങ്ങളുടെ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. താങ്ക് യു.
കുറച്ച് അധികം കാര്യങ്ങൾ ഇനി നമുക്ക് ചോദിക്കാനുണ്ട് അല്ലേ? എത്ര വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഈ ഒരു സംഭവം? ഏകദേശം 2010 മുതൽ ഇതിൽ ചെറിയ രീതിയിൽ പ്രാക്ടീസ് ഉണ്ട്. 2015 ആക്റ്റീവായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. സൂപ്പർ. ഒരുപാട് റെക്കോർഡ്സ് ഒക്കെ ഉള്ള ഒരാളാണ് നാദിക. ശരിക്കും അത്ഭുതമാണ്. നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം ലൈഫിൽ ആദ്യമായിട്ട് കാണുക. നമ്മൾ വേറെ ഏതെങ്കിലും ചാനലുകളിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും ഇത് ചിലപ്പോൾ അവിശ്വസനീയമെന്ന് നമുക്ക് തോന്നാം. എന്തെങ്കിലും ഒരു അണ്ടർസ്റ്റാൻഡിങ്, ചിലപ്പോൾ ഒരു മിറർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മിറർ വഴി കാണാൻ പറ്റും. അല്ലെങ്കിൽ സിനിമയിലാണെങ്കിൽ ഇത് നമുക്ക് പ്രാവർത്തിയാകാം, വേറെ എന്തെങ്കിലുമൊക്കെ ടെക്നിക്സ് എവിടെയെങ്കിലും ചെയ്യാം. പക്ഷേ ഇത് സ്ട്രെയിറ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് അത് ചെയ്യുന്നത് എന്നുള്ളത്. എൻ്റെ ബ്രെയിനിലേക്ക് ഇത് റിയൽ സംഭവം എന്നുള്ളത് നമ്മളിങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഏതായാലും അത്ഭുതം. താങ്ക് യു. ചേട്ടാ ഞെട്ടിത്തരിച്ച് ഷോക്കായിട്ട്. കാരണം ഒരു നമ്പറൊക്കെ പിന്നെ ഓർത്തിരിക്കാം, പക്ഷേ ഇത് എന്താ പറയാ, ആ ഓർഡർ കളറ് കൈ കൊണ്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അങ്ങോട്ട് കയറ്റുന്നൊരു സാധനമുണ്ട്. അതാണോ ഈ പിക്ചറായിട്ട് കാണുന്ന ആ ഒരു ടൈമാണോ അത്? അതെ, ആ ഒരു ടൈമിലാണ് കൺവേർഷൻ നടക്കുന്നത്. ഓ ഓക്കെ. ആ ടൈം നമുക്ക് വേണം അല്ലേ? അപ്പൊ ഈ കമ്പ്യൂട്ടറിന് മാത്രമല്ല, നമുക്കും കുറച്ച് സമയം വേണം അല്ലേ? അത് സ്പീഡാക്കി എടുക്കാൻ പറ്റും. നമുക്ക് പ്രാക്ടീസിലൂടെ നമുക്കത് പെട്ടെന്ന് തന്നെ സ്പീഡാക്കി എടുക്കാം. റെക്കോർഡ്സിനെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ, എന്തൊക്കെ റെക്കോർഡുകളാണ് കിട്ടിയത്? ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉണ്ട്, URFന്റെ വേൾഡ് റെക്കോർഡ് ഉണ്ട്. പേര് മറന്നുപോയി. ശാന്തി സത്യൻ. അതാണ് എന്റെ മെമ്മറി, മനസ്സിലായില്ലേ? അപ്പൊ ആക്ച്വലി ശാന്തി സത്യൻ അനിത് സൂര്യ എന്നാണ് ഫുൾ നെയിം. ഓക്കെ, ഞാൻ ശാന്തി ഇനി അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്. പക്ഷെ അതിന് ഇനി മറക്കൂല. അഭിനന്ദനങ്ങൾ. എല്ലാ ഹൈറ്റ്സും എത്തട്ടെ. ഈ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ നമ്പേഴ്സ് ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ കൈവരിക്കാൻ, അതായത് വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ. താങ്ക് യു. യെസ് വിഷ്ണു ചേട്ടാ. ഗംഭീരമായിരുന്നു. ഒരുപാട് കുട്ടികൾക്കൊക്കെ എനിക്ക് ഓർമ്മ നിൽക്കണില്ല, പരീക്ഷയ്ക്ക് പഠിക്കാൻ പറ്റാനുള്ള അങ്ങനെയുള്ള ഒരുപാട് വിഷമങ്ങളുള്ള ആൾക്കാർക്ക് ഇത് ട്രെയിൻ ചെയ്യാനായിട്ട് എങ്ങനെ കോൺടാക്ട് ചെയ്യണം? ഡയറക്റ്റ് വിളിക്കുക, കൗൺസിലിംഗ് എടുക്കുക, ഞങ്ങളുടെ കോഴ്സിലേക്ക് വരിക. നിങ്ങളുടെ ഇതിനൊരു ടീമിനൊരു പേരുണ്ടാവില്ലേ? ഈ ഒരു ഞങ്ങളിപ്പോ ഞങ്ങളുടെ ഇപ്പൊ ട്രെയിനിങ്ങിലുള്ള കുഞ്ഞുങ്ങളെ ബ്രെയിൻ ഹാക്കേഴ്സ് എന്ന് അറിയപ്പെടും. ബ്രെയിൻ ഹാക്കേഴ്സ് ഓൾറെഡി ഉണ്ടോ? സ്റ്റുഡൻസ് ഉണ്ട്. അവരെ ഒരു ദിവസം ഇങ്ങോട്ട് വരൂ. അവരെ കണ്ടല്ലേ? അതെനിക്ക് ചോദിക്കുമ്പോൾ അവരെന്തൊക്കെ സ്കിൽസിലാണ് ഉള്ളത്? ഓൾറെഡി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇതുവരെ 28 നാഷണൽ റെക്കോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് മെമ്മറിയിൽ തന്നെ. ഓക്കെ, അപ്പൊ എന്തായാലും മാസ്റ്റേഴ്സ് ഇപ്പൊ തൽക്കാലം നമുക്ക് എത്ര സ്റ്റാർസ് കൊടുക്കാം ഈ ഒരു പെർഫോമൻസിന്? അല്ല, ഒന്ന് ഓർത്ത് നോക്കട്ടെ. ഞാൻ പറയാം. 1 2 3 ആഷിക പറയട്ടെ. 4 കഴിഞ്ഞ എത്രയാ? 5 5 സ്റ്റാർ. അപ്പൊ അത് നൽകുന്നതിനായി നമുക്ക് നാദിക. കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ വേദിയിൽ വന്നിട്ട് 5 സ്റ്റാർ ആർട്ടിസ്റ്റ് ഉള്ള ലേബലാണ് ലഭിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ.